ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. മുരിങ്ങാക്കോലും തക്കാളിയും പരിപ്പും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒഴിച്ചു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. സാധാരണ പരിപ്പ് ഉണ്ടാക്കുന്ന തുവരപ്പരിപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പരിപ്പ് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ പരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കൂടിയ തീയിൽ 1 വിസിലും കുറഞ്ഞ തീയിൽ 2 വിസിലും കൊണ്ട് നമുക്ക് ഈ പരിപ്പ് നന്നായിട്ട് വെന്ത് കിട്ടും. നമ്മളപ്പോൾ ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് 2 തക്കാളിയും 1 പച്ചമുളകും 2 മുരിങ്ങാക്കോലും എടുത്തിട്ടുണ്ട്. 2 വലിയ മുരിങ്ങാക്കോലാണ് എടുത്തത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു മുരിങ്ങാക്കോല് 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ മുരിങ്ങാക്കോലാണെങ്കിൽ ഒരു 3 എണ്ണെങ്കിലും എടുക്കണം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നീളത്തിലാണ് അരിഞ്ഞെടുത്തത്. അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങാക്കോലും ചേർത്ത് കൊടുക്കാം. മുരിങ്ങാക്കോലും നമ്മൾ നീളത്തിലാണ് അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി കുക്കർ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഏകദേശം ഒരു 1/4 കപ്പ് ചിരകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് കുറച്ചൊരു തരുതരിപ്പായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറി ഒരു മീഡിയം ലൂസിലിരിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. കട്ടിപ്പരിപ്പ് കറി പോലെയും ഇരിക്കാൻ പാടില്ല, അതേസമയം വെള്ളം പോലെയും ഇരിക്കാൻ പാടില്ല. അപ്പോൾ ആ ഒരു കണക്കിന് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടച്ചു വെച്ച് ഈ അരപ്പ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മുടെ ഒഴിച്ചുകറി അപ്പോൾ റെഡിയായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാനായി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 കഷ്ണം സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇനി അവസാനമായി ഈ ഒരു താളിപ്പ് നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു താളിപ്പും കൂടെ വരുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കോലും തക്കാളിയും ചേർത്തിട്ടുള്ള ഒഴിച്ചു കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഈ ഒരു കറി. ഒരു തവണയെങ്കിലും നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.